ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഡിഫൻസിലെ റാങ്ക്സ്, അതായത് 3 സർവീസസിലെ റാങ്ക്സ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിലെ റാങ്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടാതെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഇന്ത്യൻ ആർമിയിലെ റാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ആർമിയിലെ റാങ്കുകളെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 കമ്മീഷൻഡ് ഓഫീസേഴ്സ്, 2 ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആൻഡ് 3 നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ്. ഇന്ത്യൻ ആർമി ഓഫീസേഴ്സിന്റെ റാങ്ക്സ് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, അതെന്താണ് JCO എന്ന് അറിയപ്പെടും. നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് NCO. ഇതില് കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ഇന്ത്യൻ ആർമിയിൽ 10 കമ്മീഷൻഡ് ഓഫീസർ റാങ്ക് ആണ് ഉള്ളത്. അതിൽ ഫീൽഡ് മാർഷൽ ആണ് ഏറ്റവും ഹയസ്റ്റ് റാങ്ക് വരുന്നത്. അത് ഇതുവരെ 2 പേർക്കേ കിട്ടിയിട്ടുള്ളൂ, സാം മാനിക്ഷോയ്ക്കും M കരിയപ്പയ്ക്കും. പക്ഷെ ഇപ്പോൾ കറന്റ്ലി എന്താണ്, ഫീൽഡ് മാർഷൽ എന്ന റാങ്ക് യൂസിലില്ല. സോ അത് നോക്കണ്ട, ബാക്കിയുള്ള 9 റാങ്ക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫീൽഡ് മാർഷൽ റാങ്ക് ഇതുവരെ 2 പേർക്കേ കിട്ടിയിട്ടുള്ളൂ, ഓർത്തു വെക്കുക. ഇതാണ് ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്ക്സ് വരുന്നത്, 9 റാങ്ക്സ്. അതിലെ ഏറ്റവും ലോവസ്റ്റ്, അതായത് കമ്മീഷൻഡ് ഓഫീസേഴ്സിലെ ലോവസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ആണ്. ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഫീൽഡ് മാർഷൽ ആണ്. അപ്പൊ ലോവസ്റ്റ് ടു ഹയസ്റ്റ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വരുന്നത് ലെഫ്റ്റനന്റ് ആണ്, പിന്നെ വരുന്നത് ക്യാപ്റ്റൻ, അത് കഴിയുമ്പോൾ മേജർ. ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, അത് കഴിയുമ്പോൾ ലെഫ്റ്റനന്റ് കേണൽ, അത് ദെൻ കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ ആൻഡ് ജനറൽ. പിന്നെയുള്ള ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ഫീൽഡ് മാർഷൽ. കറന്റ്ലി അത് യൂസിലില്ല, സോ അത് നമുക്ക് വേണ്ട. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പഠിച്ചു വെക്കുക. ഇപ്പോൾ ബാക്കി ഉള്ള 9 റാങ്ക്സ് ഏതൊക്കെയാണ്? ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ ആൻഡ് ജനറൽ. ലെഫ്റ്റനന്റ്, അതായത് OTA, IMA, CDS, NDA ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കാൻഡിഡേറ്റ് എന്തായിട്ടാണ് ഇറങ്ങുന്നത്? ഒരു ഓഫീസർ, ഒരു ലെഫ്റ്റനന്റ് ആയിട്ടാണ് വരുന്നേ. അതിനുശേഷം 2 വർഷം സെർവ് ചെയ്ത് കഴിയുമ്പോൾ ക്യാപ്റ്റൻ റാങ്ക് കിട്ടും. അതും കഴിഞ്ഞ് മേജർ ആവാനായിട്ട് ഒരു 6 വർഷം സേവ് ചെയ്യണം. പിന്നെ അതിനുശേഷം 13 വർഷത്തെ സർവീസിന് ശേഷം കിട്ടുന്ന റാങ്ക് ആണെന്ത്? ലെഫ്റ്റനന്റ് കേണൽ റാങ്ക്. സോ അങ്ങനെ ഒരു റാങ്ക് സ്ട്രക്ചർ ആണെന്ത് ഇന്ത്യൻ ആർമിയിൽ ഉള്ളത്. അതിനുശേഷമുള്ള റാങ്കുകളെല്ലാം എന്താണ്? ബൈ സെലക്ഷൻ ആണ് ഒരാൾക്ക് ലഭിക്കുന്നത്. സോ ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്ക്സ് ഏതൊക്കെയാണ്? ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ ആൻഡ് ജനറൽ. അപ്പൊ ഹയസ്റ്റ് റാങ്ക് ഏതാണ്? ജനറൽ. 9th ഹയസ്റ്റ് റാങ്ക് ഏതാണ് ഇന്ത്യൻ ആർമിയിലെ? ലെഫ്റ്റനന്റ്. 8th ഹയസ്റ്റ് ക്യാപ്റ്റൻ, 7th ഹയസ്റ്റ് മേജർ, 6ാമത്തെ ആണെങ്കിൽ ലെഫ്റ്റനന്റ് കേണൽ, 5ാമത്തെ കേണൽ, 4ാമത്തെ ബ്രിഗേഡിയർ, 3ാമത്തെ മേജർ ജനറൽ, 2ാമത്തെ ലെഫ്റ്റനന്റ് ജനറൽ ആൻഡ് 1ാമത്തെ ജനറൽ. അടുത്തതാണ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്ക്. ഓഫീസേഴ്സിന്റെ റാങ്ക്സ് ആണ്, അതാണ് JCO റാങ്ക്സ്. അതിൽ വരുന്നത് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഏതാണ്? നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇന്നും പ്രൊമോട്ട് ആയിട്ടുള്ള ആളുകളാണിത് JCS ആയിട്ട് ഉള്ളത്. ഗ്രൂപ്പ് ബി അവരെ എന്തിന് ഈക്വലന്റ് ആണ്? ഗ്രൂപ്പ് ബി ആണ്. അതുപോലെ പറയാൻ മറന്നുപോയി, കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ഗ്രൂപ്പ് A ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ്. ഇവിടെ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് JCOs ഗ്രൂപ്പ് B ഗസറ്റഡ് ഓഫീസേഴ്സ് ആണ്. എന്ത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്രൂപ്പ് B ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ വരുന്നവരാണ് ഇതെല്ലാം. JCOs 3 റാങ്ക്സിലാണുള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ 1 സുബേദാർ മേജർ, 2 സുബേദാർ, 3ാമത്തെ നായിബ് സുബേദാർ. ഏതൊക്കെയാണ്? സുബേദാർ മേജർ, സുബേദാർ ആൻഡ് നായിബ് സുബേദാർ. ഓർത്തു വെക്കുക, സുബേദാർ മേജർ, സുബേദാർ ആൻഡ് നായിബ് സുബേദാർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സീരീസിൽ വരുന്നത് കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ആണ്. അത് ഒന്ന് നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. ദെൻ വരുന്നതാണ് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ്. നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സിന് 4 റാങ്ക്സ് ആണുള്ളത്. ലാൻസ് നായിക്, നായിക്, ഹവിൽദാർ, കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ. നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ ആർമിയിലെ? ലാൻസ് നായിക്, നായിക്,
ഹവിൽദാർ, കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ. അപ്പൊ ഏതാണ് ഇതൊക്കെയാണ് എന്ത് ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ്, നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആൻഡ് JCO റാങ്ക്സ് വരുന്നത്. ഇനി ഇന്ത്യൻ നേവിയിലെ റാങ്കുകൾ ഏതൊക്കെയാണ്, റാങ്ക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യൻ നേവിയിലെ റാങ്കുകൾ, ഓഫീസേഴ്സിന്റെ റാങ്ക്സിനെ മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആൻഡ് അതർ റാങ്ക്സ്. അതർ റാങ്ക്സ് ആണ് ഇത് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. നേവിയിലെ ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ്. ഹു വാസ് ദ റാങ്ക് ഓഫ് എന്ത് അഡ്മിറൽ, അഡ്മിറൽ അതാണ് എന്ത് നേവിയിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. സോ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, നേവിയിലെ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് നമുക്ക് നോക്കാം. 10 കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ആണ് നേവിയിൽ ഉള്ളത്. അതില് ഏറ്റവും ലോവസ്റ്റ് വരുന്നത് സബ് ലെഫ്റ്റനന്റ്, പിന്നെ ഉള്ളത് ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ് കമാൻഡർ, പിന്നെ കമാൻഡർ, ക്യാപ്റ്റൻ, കോമഡോർ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, അഡ്മിറൽ, അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ്. സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ, കമാൻഡർ, ക്യാപ്റ്റൻ, കോമഡോർ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, അഡ്മിറൽ, അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെയാണ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ഇൻ നേവി. നേവിയിലെ JCO റാങ്ക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ്? ചീഫ് പെറ്റി ഓഫീസർ, മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ സെക്കൻഡ് ക്ലാസ് ആൻഡ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഫസ്റ്റ് ക്ലാസ്. ചീഫ് പെറ്റി ഓഫീസർ, മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ സെക്കൻഡ് ക്ലാസ് ആൻഡ് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ഫസ്റ്റ് ക്ലാസ്. 3 റാങ്ക്സേ ഉള്ളൂ, ഓർത്തു വെക്കുക. ആർമിയിലും അങ്ങനെയാണ്, 3 റാങ്ക്സേ ഉള്ളൂ. ഇനി നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ആണ് ഇവിടത്തെ ഇന്ത്യൻ നേവിയിലെ. അത് 2 എണ്ണമാണുള്ളത്, ലീഡിംഗ് സീമാൻ ആൻഡ് പെറ്റി ഓഫീസർ. നോൺ കമ്മീഷൻഡ് റാങ്ക്സ് എത്ര എണ്ണം ഉണ്ട് നേവിയില്? 2 എണ്ണേ ഉള്ളൂ, ലീഡിംഗ് സീമാൻ ആൻഡ് പെറ്റി ഓഫീസർ. ഓർത്തു വെക്കുക, ഇന്ത്യൻ നേവിയിലെ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് 10 എണ്ണമാണുള്ളത്. JCO റാങ്ക്സ് വരുന്നത് 3 എണ്ണമാണ് ആൻഡ് നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് വരുന്നത് 2 എണ്ണമാണ്. ഇനി ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോക്കാം. ഇതാണ് എയർഫോഴ്സിന്റെ എംബ്ലം. എയർഫോഴ്സിലെ റാങ്ക്സിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആൻഡ് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ്. സോ നമുക്ക് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിൽ 11 കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ആണുള്ളത്. ദ മാർഷൽ ഓഫ് ദി ഇന്ത്യൻ എയർഫോഴ്സ് ഇസ് ദ ഹയസ്റ്റ് റാങ്ക്. ഏറ്റവും വലിയ റാങ്ക് ഇന്ത്യൻ എയർഫോഴ്സിലെ ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് മാർഷൽ ഓഫ് ദി ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. സോ നമുക്ക് നോക്കാം. കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിലെ. ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്, സ്ക്വാഡൻ ലീഡർ, വിംഗ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കോമഡോർ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ ആൻഡ് എയർ ചീഫ് മാർഷൽ, മാർഷൽ ഓഫ് ദ IAF, മാർഷൽ ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ്. ഈ റാങ്ക് കിട്ടിയേക്കുന്ന ഒരാളേ ഉള്ളൂ. അതാരാണ്? അർജുൻ സിംഗ് ആണ്. സോ ഒന്നുകൂടി നോക്കാം, ഏതൊക്കെയാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ കമ്മീഷൻ റാങ്ക്സ്? ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്, സ്ക്വാഡൻ ലീഡർ, വിംഗ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കോമഡോർ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ ആൻഡ് മാർഷൽ ഓഫ് ദ IAF. ഇതാണ് എന്ത് ഇന്ത്യൻ എയർഫോഴ്സിലെ കമ്മീഷൻ ഓഫീസേഴ്സ് റാങ്ക്സ് വരുന്നത്. ഇനിയുള്ളത് JCO റാങ്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എയർഫോഴ്സിലെ അത് 3 എണ്ണമാണുള്ളത്. ജൂനിയർ വാറന്റ് ഓഫീസർ ആൻഡ് മാസ്റ്റർ വാറന്റ് ഓഫീസർ. JCO റാങ്ക്സ് ഏതൊക്കെയാണ് വരുന്നത്? 3 എണ്ണമാണ്. ജൂനിയർ വാറന്റ് ഓഫീസർ ആൻഡ് മാസ്റ്റർ വാറന്റ് ഓഫീസർ. പിന്നെ ഉള്ളത് നോൺ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിലെ. അത് 4 റാങ്ക്സ് ആണുള്ളത്. എയർക്രാഫ്റ്റ്സ്മാൻ, ലീഡിംഗ് എയർക്രാഫ്റ്റ്സ്മാൻ, കോർപ്പറൽ ആൻഡ് സർജന്റ്. 4 റാങ്ക്സ് ആണ് നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ്, അതായത് അതർ റാങ്ക്സ് എന്ന് പറയപ്പെടുന്ന 4 റാങ്ക്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിലുള്ളത്. അത് ഏതൊക്കെയാണ്? എയർക്രാഫ്റ്റ്സ്മാൻ, ലീഡിംഗ് എയർക്രാഫ്റ്റ്മാൻ, കോർപ്പറൽ ആൻഡ് സർജന്റ്. കൂടാതെ ഇതിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് എന്താ പഠിക്കണേ? ഈക്വലന്റ് റാങ്ക്സ്. അതായത് ഇന്ത്യൻ ആർമിയിലെ, ഇന്ത്യൻ നേവിയിലെ, ഇന്ത്യൻ എയർഫോഴ്സിലെ ഈക്വലന്റ് റാങ്ക്സ് പറയും. ഇപ്പൊ ഇന്ത്യൻ ആർമിയിലെ ഫ്ലൈയിങ് ഓഫീസറിന്റെ ഈക്വലന്റ് റാങ്ക് ആണത് ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈയിങ് ഓഫീസറിന്റെ ഈക്വലന്റ് റാങ്ക് ആണ് ഇന്ത്യൻ ആർമിയിലെ ലെഫ്റ്റനന്റ്. സോ
അങ്ങനെയുള്ളത്, അതായത് ഈക്വലന്റ് ഏതാണ് ഈക്വലന്റ് ആയിട്ട് വരുന്ന റാങ്ക് എന്നും കൂടി നോക്കി പഠിച്ചു വെക്കാം. അതായത് അങ്ങനെ പഠിച്ചു വെക്കുക. ഈക്വലന്റ് റാങ്ക്സും പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിലെ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആൻഡ് നോൺ കമ്മീഷൻഡ് ഓഫീസർ റാങ്ക്സ് ഇത്രയാണ് ഉള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.